അതുപോലെ പണ്ട് HM ട്രെയിനിങ് കുമ്പള സബ് ജില്ലയുടെ ഡാൻസ് പരിപാടി നിങ്ങൾക്കറിയാം. ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാം ടാലന്റായിട്ട് കുമ്പള സബ് ജില്ല നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരേ പ്രോഗ്രാം ആണെങ്കിലും അത് വ്യത്യസ്ത രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായ രീതികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലെ കൂടെ ഇത് ചെയ്ത് കാണിച്ചതാണ് വൈകുന്നേരം പോകുമ്പോൾ വളരെ മാസം ഇങ്ങനെ ഊരി കഴിഞ്ഞ് പുതിയ കുപ്പായം വിട്ടുപോകുന്നതാണ്. ആ രീതി ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് ഒക്കെ ഒരു ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ യൂസുഫ് മാഷൊക്കെ ഉണ്ട്, സാറൊക്കെ ഉണ്ട്, സുബ്രഹ്മണ്യ മാഷൊക്കെ ഉണ്ട്. ഒരു 3-4 സെഷൻ ഉണ്ടാവും. ഓരോ സെഷനും കൈകാര്യം ചെയ്യാൻ 1-2 ആർപിമാരുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ കൗതുകത്തോടെ ചോദിച്ചില്ല, ഞാൻ മനസ്സിൽ കണ്ടു. ഒരു ആർപിയേ ഉള്ളൂ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരെ പിടിച്ചു നിർത്തേണ്ടത് അല്ലേ? അതൊരു ഇത്ര വലിയ ചാലഞ്ച്. കാരണം നമ്മളൊക്കെ HMs ആണ്, നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിലും കുറച്ചു കാലം മുമ്പാണ് ഞാൻ ഈ അധ്യാപകരോടൊക്കെ സംസാരിച്ചു കൊടുക്കുന്നത്. അതിനോട് എനിക്ക് സംസാരിക്കുന്നത് ഈ അധ്യാപക ജീവിതത്തിലൂടെ കടന്നു പോയാൽ തന്നെ നമുക്ക് വൈകുന്നേരമാവും. ഞാൻ ആദ്യം സ്കൂളില് പഠിക്കുന്നത് 9.5 വയസ്സിലാണ്. മറ്റേങ്കിൽ ഇത്ര 6 മാസം ഇല്ലായിരുന്നു. 3 മാസമായിട്ട് തന്നെ ഒഴിവാക്കുന്ന ആലോചിച്ചിട്ടുണ്ടാവും. അതായത് 6 മാസം 1.5 വയസ്സായിരുന്നെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് സ്കൂളില് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി ലോക്കൽ ടെക്സ്റ്റ് എന്നുള്ള ഒരു സാധ്യതയും ഒക്കെ വന്ന കാലമാണ്. അപ്പം ഇംഗ്ലീഷ് ലോക്കൽ ടെക്സ്റ്റ് വിളിച്ചു. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഇംഗ്ലീഷ് എന്നായിരുന്നു എൻ്റെ പേര്. ആ പിള്ളേർക്കിനെ പഠിച്ചിരിക്കാനുള്ള കഥകളൊക്കെ ആയിട്ട് ആ പുസ്തകം. അപ്പൊ അത് ഭയങ്കര സക്സസ് ആയി തോന്നിയപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ പുസ്തകം. നിങ്ങൾക്കറിയാം 98ലാണ് വിൻഡോസ് വരുന്നത്. വിൻഡോസ് 98 ആ സമയത്ത് 2000 ആ വർഷം നമ്മുടെ സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. KSF ലോൺ എടുത്താൽ മേടിച്ചത്. അന്ന് കമ്പ്യൂട്ടർ മേടിച്ചപ്പോൾ 56,000 രൂപയായി ആ കാലം. അന്ന് കമ്പ്യൂട്ടറിന് നല്ല വിലയുണ്ട്, ഒരു പ്രിന്റർ ഉണ്ട്. അതുകൂടാതെ UPS വേണം. UPS ഇല്ലാതൊന്നും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അതിന്റെ പേര് മഗ് എന്നാണ്. മഗ്. ഓക്കെ, സ്റ്റീൽ മഗ് ഉണ്ടാക്കാൻ മഗ് എന്ന് മാത്രം മതി. മഗ് എഴുതിക്കോ. 4ാമത്തെ ലൈറ്റ്. The branch is on the tree, the tree is in a valley where the green grass grow, where the green grass grow around. Where the green grass grow, where the green grass grow around. Where the green grass grow, where the green grass grow around. There is a branch. There is a branch. The branch is on the tree. The branch is on the tree. The tree is in a valley. The tree is in a valley. For the green grass grow, where the green grass grow around. The nest is on the branch. The nest is on the branch. The branch is on the tree. The branch is on the tree. The tree is in a valley. The tree is in a valley. പേര് മലയാളത്തിൽ പറയാൻ പറ്റും. ഇതെന്താണ് നോർമലി എന്താണ് പറയാ? കസേര. ഓക്കെ. ഇതോ ഇതോ പുസ്തകം ഏതാണോ? ഇത് സൂപ്രണ്ട്. എന്നോട് സൂപ്രണ്ട് എന്നോട് സർ ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതി ഇങ്ങോട്ട് അയക്കരുത്, മലയാളത്തിൽ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഒരു ലെറ്റർ ഉണ്ടാവും, ബ്യൂട്ടി പ്ലസ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. ആ കഥാപാത്രം കോരങ്ങനായിരിക്കും സംസാരിക്കുന്നത്. ഗൈസ്, ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മരം വെട്ടാനുള്ള യന്ത്രം, മെഷീൻ ഞാൻ നിർമ്മിച്ചതെന്നാണ്. സോ ലെറ്റ് us go. വന്നിരുന്നില്ല എങ്കിൽ ഞാനൊരു 15 പുസ്തകം വായിച്ചാലോ
ഒരു 25. സാറേ പറഞ്ഞ ഷെഡ്യൂൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്തു നോക്കാം. ಆದ್ಯವತ್ತು ಸಾಧ್ಯ ಉತ್ತಮ ಚಿಂತನೆ ಮಾಡಲು ಅವಕಾಶ. ಹಾಗಾಗಿ ಇಲ್ಲಿ HF ಒಂದು ರಿಕ್ವೆಸ್ಟ್ ಅಂತ ಹೇಳಿದ್ರೆ ആ രീതിയിൽ ഒരു മോട്ടിവേറ്റഡ് ആയ ഒരു ക്ലാസ്സാണ് നമുക്കിന്ന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഇതിലെ പല ആൾക്കാരും ഇപ്പം